फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है। एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है। കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി എറണാകുളം ബംഗളൂരു സർവീസ് ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ആദ്യ യാത്ര ആവേശമാക്കി യാത്രക്കാർ. വന്ദേ ഭാരതിൽ നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇതുവരെ ഇല്ല. പിന്നെ ബാക്കി ഇതുപോലെ കൊണ്ടു നടക്കേണ്ടത് നമ്മൾ യാത്രക്കാരുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേ ഉണ്ടാക്കി തരുന്ന കോച്ചുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് നമ്മൾ ഓരോ യാത്രക്കാരും ചെയ്യേണ്ടതാണ്. ഉദ്ഘാടനത്തിനിടെ കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി. മെട്രോ നഗരമാകാൻ തിരുവനന്തപുരവും ഒരു മാസത്തിനകം DPR തയ്യാറാക്കുമെന്ന് KMRL MD. നിർമ്മാണം കൊച്ചി മെട്രോ മാതൃകയിൽ. കൊച്ചിയിലേക്ക് യാത്രക്കാർ തിരുവനന്തപുരത്തുണ്ടാകുമെന്ന് ലോക്നാഥ് ബെഹ്റ. പറയുന്നത് ചെയ്യുന്ന സർക്കാർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല വിവാദത്തിൽ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ സർക്കാർ. K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രഖ്യാപിക്കും. പദവി നിയോഗമെന്ന് ജയകുമാർ. ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. കോട്ടയം മണർകാട് ആഭിചാരത്തിന്റെ പേരിൽ നവവധുവിന് ക്രൂരപീഡനം. ഭർത്താവും ഭർതൃപിതാവും മന്ത്രവാദിനിയും അറസ്റ്റിൽ. ആഭിചാരക്രിയ നടത്തിയത് യുവതിയുടെ ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറിയെന്നാരോപിച്ച ദൃശ്യങ്ങൾ ന്യൂസ് 18. മദർ ഏലീഷ ഇനി വാഴ്ത്തപ്പെട്ടവൾ. ചടങ്ങുകൾ വല്ലാർപാടം ബസിലിക്കയിൽ. വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർന്നത് കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര ഇന്ത്യയ്ക്ക്. 5ാം മത്സരവും മഴ മൂലം ഉപേക്ഷിച്ചു. പരമ്പര 2-1 സ്വന്തമാക്കി ഇന്ത്യ. അഭിഷേക് ശർമ്മ കളിയിലെ താരം.